പൊതു നിരീക്ഷകനും സംവാദകനുമായ റെജി ലൂക്കോസ് ബിജെപിയിൽ ചേർന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇനി ബിജെപിക്കൊപ്പമെന്നും ബിജെപിയുടെ ശബ്ദമായി പ്രവർത്തിക്കുമെന്നും റെജി ലൂക്കോസ്. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, ഇടത് സഹയാത്രികൻ, ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം, എങ്ങനെയാണ് ഈ പാളയം മാറാനുണ്ടായ സാഹചര്യം? ബിഞ്ചു, CPM-ന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ നാവായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ ഘോരം വാദിച്ചിരുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ CPM-ന്റെ വേദി വിട്ട് ഇപ്പോൾ BJP-യുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം BJP ആസ്ഥാനത്ത് റെജി ലൂക്കോസ് ഇരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുന്നു. ഇടത് സഹയാത്രികൻ എന്നുള്ള ആ പദവി തന്നെ ഉപേക്ഷിക്കുകയാണ്. ഇനിയും BJP-ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. BJP-യുടെ വളർച്ച ഗംഭീരമാണ്. സംസ്ഥാനത്തും രാജ്യത്തും BJP ഗംഭീരമായി വളരുന്നു. ഇനിയും പഴഞ്ചൻ ആശയങ്ങളിൽ നിന്നിട്ട് കാര്യമില്ലെന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. CPM അവിടെ വർഗീയ വിഭജനത്തിന് ഇടപെടുകയാണ് ഇപ്പോൾ റെജി ലൂക്കോസ് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി നമുക്ക് വേണ്ടത്, പണ്ട് BJP-യെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എന്റെ പാർട്ടി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് BJP പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന BJP-യുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിനോട് എല്ലാവർക്കും നമസ്കാരം. 2026-ന്റെ ഏറ്റവും എന്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു. ഈ 2026 നമ്മുടെ നാടിന്റെ ഭാവിക്കും വേണ്ടി രജിജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ, അതിനുവേണ്ടി ജനങ്ങൾ ആ ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂലൈ 2025 അമിത്ഷാജി ഇവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ മിഷൻ 2025 ലോക്കൽ ബോഡി ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇനി ജനുവരി 11 ഇവിടെ വരുന്നു. ഞങ്ങളുടെ അസംബ്ലി ഇലക്ഷന്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ജൂലൈയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തിന്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇതില് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, CPM തുടരും ആയിരുന്നു അന്നത്തെ ഒരു ഫീലിംഗ്. ഞാൻ അന്ന് പറഞ്ഞു, BJP NDA-ന്റെ പേരിൽ പറഞ്ഞു, ഇത് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം കൊണ്ടുവരണം, മാറ്റം വേണം. അത് ജനങ്ങളും ഒപ്പം സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിന്റെ വ്യക്തത, അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ CPM സർക്കാർ വികസനത്തിനെ കുറിച്ചോ അഴിമതിനെ കുറിച്ചോ തൊഴിൽ വിലക്കയറ്റം, വിശ്വാസികളുടെ സംരക്ഷണം, ഈ കാര്യങ്ങളിൽ അവര് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ
BJP NDA കൃത്യമായി കഴിഞ്ഞ 6 മാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പിൽ വെച്ചു. അതിന്റെ കാരണമാണ്, ഞാൻ അത് 100% അത് കാരണമാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJPന്റെ ചരിത്രത്തിൽ, NDAന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ട് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, BJP അധ്യക്ഷന്റെ സംസ്ഥാന അധ്യക്ഷന്റെ 2026 ആദ്യ വാർത്താ